ഒരാൾ പോയി എന്നുള്ളത് ഒരു വിഷയമാവില്ല. മറിച്ച് അത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അല്പം എതിർപക്ഷത്തിന് ഗുണം ചെയ്യുന്ന ഒന്നായിട്ടാണ് വരുന്നത്. പക്ഷേ ഇങ്ങനെ ഈ മറ്റ് സംസ്ഥാനങ്ങൾ, ഇപ്പോൾ ഗുജറാത്തിലോ യു പിയിലോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കോൺഗ്രസിലൊക്കെ പോകുന്നതായിരുന്നു ഇതുവരെയും CPM പ്രചരിപ്പിച്ചത്. ഈ ഇലക്ഷൻ മുന്നിൽ നിൽക്കെ ഇത്തരത്തിൽ കേരളത്തിൽ തന്നെ മുതിർന്ന ഒരു നേതാവിന്റെ മകൻ പോകുന്നത് LDFന് രാഷ്ട്രീയപരമായിട്ടുള്ള പ്രചാരണത്തിൽ വലിയ നേട്ടമാവുമല്ലോ ഈ സമയത്തുള്ള പോക്ക്? മക്കൾ പോകുന്നതൊന്നും വലിയ കാര്യമില്ല. വ്യാഴാഴ്ച വൈകിട്ട് ഡൽഹിയിൽ BJP ആസ്ഥാനത്ത് വെച്ചാണ് പത്മജ വേണുഗോപാൽ ഔദ്യോഗികമായി BJPയിൽ ചേർന്നത്. കേരളത്തിന്റെ ചുമതലയുള്ള പ്രകാശ് ജാവദേക്കർ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു അംഗത്വ സ്വീകരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കരുത്തനായ നേതാവാണെന്നും അതുകൊണ്ട് മാത്രമാണ് BJP ചേരുന്നതെന്നും പത്മജ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതിനിടെ TV-യിൽ ഇരുന്ന് നേതാവായ ആളാണ് എന്ന പത്മജയുടെ വിമർശനത്തിന് മറുപടിയുമായി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്തെത്തി. പത്മജയ്ക്ക് ഒപ്പം സ്വന്തം അഡ്മിൻ പോലും ഇല്ലെന്നും രാഹുൽ ഫേസ്ബുക്കിൽ കുറിച്ചു. അതിനെ ജനങ്ങൾ ഉൾക്കൊള്ളൂ, അത് ഉൾക്കൊള്ളൂല. അത് അവരുടെ ഒരു കണ്ടത്തരം എന്നുള്ള നിലയിൽ ആളുകൾ കാണുള്ളൂ. പ്രത്യേകിച്ച് കേരളത്തിൽ അങ്ങനെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഉത്തരേന്ത്യയിലെ സ്ഥിതി എനിക്ക് പറയാൻ കഴിയില്ല. ഇവിടെ അത് ജനങ്ങൾ പിന്നെ പെൺകുട്ടികളെ അങ്ങനെയുള്ള രാഷ്ട്രീയ തീരുമാനം എടുക്കാതെ ഇതൊക്കെ പറഞ്ഞു പോകുന്നവരെ ഉച്ചത്തോടു കൂടി രാഷ്ട്രീയ കേരളം കാണും. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. അതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള പ്രചരണമൊക്കെയാണ് വരിക. പോകുന്നവർക്ക് ഗുണകരമായ ഒരു പ്രചരണം അല്ലല്ലോ അത്. പോകുന്നവർക്കും ഗുണമല്ല, കിട്ടുന്നവർക്കും ഗുണമല്ല ആ പ്രചരണം. പ്രബുദ്ധ കേരളത്തിൽ അത് ചിലവാകില്ല. കാരണം എന്താ വെച്ചാൽ പേടിച്ചോടുന്നവന് പിന്നെ ജനം കൊടുക്കുന്ന സമ്മാനം പേടിത്തൊണ്ടൻ എന്നല്ലേ പറയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത്തരം തീരുമാനങ്ങളുടെ കൂടെ ആളുണ്ടാവില്ല. കൊണ്ടുപോയിട്ട് കാര്യം ഉണ്ടാവണം, കൊണ്ടുപോകുന്നവർ കൊണ്ടുപോയിട്ട് കാര്യം ഉണ്ടാവില്ല. BJP ചില മണ്ഡലങ്ങളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്ന ചർച്ചയൊക്കെ ഉണ്ട്. കേരളത്തിലെങ്കിലും LDF UDF നേരിട്ടുള്ള പോരാട്ടമല്ലേ BJPക്ക് ഏതെങ്കിലും തരത്തിലുള്ള റോളുണ്ടാകാൻ? അല്ല, കേരളത്തിൽ ഇതുവരെയുള്ള ചരിത്രം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര എളുപ്പം BJPക്ക് ഇവിടെ വേരുകൾ ഉണ്ടാക്കാൻ കഴിയില്ല. അത് ഒരു പരമാർത്ഥമാണ്. അവർ സ്വാഭാവികമായി അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, പല പരീക്ഷണം നടത്തിയുണ്ടായി. ഇവിടെ പിന്നെ തീർച്ചയായിട്ടും ഇപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പും UDFനൊരു മേൽക്കൈ ഉണ്ടാവും. അതാണ് കാണുന്നത്. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം ഈ പൂഞ്ഞാറിലെ ഒരു സംഭവം, അവിടെ ഇപ്പോഴും അവിടെ കുറച്ച് വിദ്യാർത്ഥികൾ അറസ്റ്റ് ചെയ്യുന്നു, പോലീസ് തെരഞ്ഞു പിടിച്ച് നടപടിയെടുക്കുന്ന ആക്ഷേപം വരുന്നുണ്ട്. അവരുടെ മുഖ്യമന്ത്രി അത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്, അവർ ചെയ്തുകൊണ്ടാണ് നടത്തിയെന്ന് പരാമർശ വിവാദമായി. മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവന എങ്ങനെയാണ്? ഞാനതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയിട്ടില്ല. പക്ഷേ നോക്കിയെടുത്തോളം കുഴപ്പമുണ്ടാക്കിയ കൂട്ടത്തിൽ എല്ലാവരും ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് മടവൂർ പറഞ്ഞത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതൽ എനിക്കതിനെപ്പറ്റി അറിഞ്ഞുകൂടാ, ഞാൻ സ്ഥലത്തുണ്ടായിട്ടില്ല. ഈ തൃശ്ശൂരിലൊക്കെ പ്രചാരണത്തിൽ ഒരുപാട് മുമ്പിലേക്ക് പോയിട്ടുണ്ട് ഏത് സുചിന്തിതമായ അഭിപ്രായങ്ങളും നമ്മൾ സ്വീകരിക്കും. ആവശ്യമായ കൺസൾട്ടേഷനൊക്കെ അവർ നടത്തുന്നുണ്ട്. പക്ഷെ തീരുമാനം കോൺഗ്രസിൻ്റേതാണ്. അതുകൊണ്ട് തന്നെ മാറി വരുന്ന രാഷ്ട്രീയ അവസ്ഥയിൽ അവരെടുക്കുന്ന സുചിന്തിതമായ തീരുമാനങ്ങൾ നല്ലതിനായിരിക്കും എന്ന് വിചാരിച്ച് ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യും. കാരണം ഇപ്പോൾ കേൾക്കുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ പുതിയ ചില ഡെവലപ്മെൻറ്റ്സ് വന്നപ്പോൾ ആണല്ലോ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം വരുമെന്ന് പറയുന്നത്. അതൊരു ബ്രേവ് തീരുമാനമായിട്ട് അവർ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. പത്മജ BJPയിലേക്ക് പോയത് UDFനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ? ഇപ്പൊ ഇങ്ങനെ ആവുമ്പോൾ ഗുണം ചെയ്യുന്നതാണല്ലോ തോന്നുന്നത്. അതിപ്പോ കോൺഗ്രസ് ഇപ്പോൾ ആ സിറ്റുവേഷനെ വളരെ ബ്രേവായിട്ട് നേരിടാൻ പോവുകയാണ്, ധൈര്യപൂർവ്വം നേരിടാൻ പോവുകയാണ്. അങ്ങനെ ആവുമ്പോൾ ജനങ്ങൾ അതിൽ ഒരു നല്ല ഉശിര് കാണുമല്ലോ. അപ്പോൾ സ്വാഭാവികമായി ഉണ്ടാകാൻ പോകുന്നത് പിന്നെ കോട്ടയല്ല, നേട്ടാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് തോന്നുന്നത്. നിരീക്ഷണം നടത്തിയിട്ടാണ് ഞാൻ പറയുന്നത്. വിധിയൊക്കെ ജനങ്ങളുടെ കയ്യിലാണ്.
പക്ഷെ വന്നത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോകാനുള്ള തീരുമാനം ഒരു അപമാനകരമായ തീരുമാനമാണ്. അതിനെ നേരിടാൻ കോൺഗ്രസ് പാർട്ടി എടുക്കുന്ന തീരുമാനം ഒരു ധീരമായ തീരുമാനമായിട്ടാണ് ജനങ്ങൾ കാണാമെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. മുരളീധരനും അവിടെ പ്രവർത്തനമാണ് ആരംഭിച്ച് ഒരുപാട് മുന്നിൽ പോയിട്ടുണ്ട്. അപ്പൊ ഇനിയൊരു വെച്ചുമാറ്റം അത് അത്ര എളുപ്പമാവുമോ? ഇല്ല, ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്നില്ല, സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നിട്ടില്ലല്ലോ. അതിപ്പോൾ പോസ്റ്റ് പിന്നെ ഒട്ടിക്കുന്നത് ഒക്കെ പ്രവർത്തകന്മാരുടെ ആവേശത്തിന് ചെയ്യുന്നതല്ലേ. അവർ അതിലേറെ ആവേശകരമായ ഒരു തീരുമാനം വരുമ്പോൾ അതിൻ്റെ പുറകെ പോയി അതിലും ഇരട്ടി പോസ്റ്റ് ഒട്ടിക്കും. അതത്രേ ഉള്ളൂ. പിന്നെ ആ സ്ഥലമൊക്കെ ബുക്ക്ഡ് ആയി എന്ന് കരുതിയാൽ പോയി. പ്രധാനമന്ത്രി ബുക്ക് ചെയ്തൊക്കെ ഇനി പിന്നെ സ്ഥാനാർത്ഥിയായി മുരളിയാണ് വരുന്നെങ്കിൽ മുരളിക്കെടുക്കാനോ ബുക്ക് ചെയ്യുന്ന പരിപാടി അങ്ങനെ കരുതിയാൽ എനിക്ക് അറിയില്ല കേട്ടോ ആരാ സ്ഥാനാർത്ഥിയായി വരുന്നത് എന്നുള്ളത്. ഞാൻ നിങ്ങൾ ചോദിച്ചില്ല, സാങ്കല്പികമായി ചോദിച്ച ചോദ്യങ്ങൾക്ക് സാങ്കല്പികമായ മറുപടി പറഞ്ഞു എന്നേ ഉള്ളൂ. എനിക്ക് അറിഞ്ഞൂടാ. ആശയവിനിമയമൊക്കെ അവർ നടത്തുന്നുണ്ട്. ലീഡേഴ്സ് ഞങ്ങളോടൊക്കെ സംസാരിച്ചിരുന്നു. ഇതങ്ങനെയല്ലേ, നല്ല ഇങ്ങനെയല്ലേ, നല്ലൊരു സ്വാഭാവിക കൺസൾട്ടേഷനൊക്കെ വരില്ല. അതൊക്കെ ഉണ്ട്. മുരളിയുടെ സ്ഥാനാർത്ഥി സംബന്ധിച്ചും കൺസൾട്ടേഷൻ അങ്ങനല്ല, സ്പെസിഫിക് ആയിട്ടൊന്നുമില്ല. അങ്ങനെ മാറ്റം വന്നാൽ ലീഗിനൊരു അതിർത്തിയുടെ ആവശ്യമില്ല. ഞങ്ങൾ പറയേണ്ട കാര്യമില്ല കേട്ടോ. അവരെ സ്ഥാനാർത്ഥിന് അവർ തീരുമാനിക്കുന്നു. അത് വളരെ സുചിന്തിതമായ തീരുമാനമായിരിക്കും. ഇന്നത്തെ നിലയിൽ ഒരു രാഷ്ട്രീയ അവസ്ഥ മാറിയല്ലോ. ഒരു BJPയിലേക്ക് ശ്രീ കെ കരുണാകരൻ്റെ ഒരു ആൾ പോകാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വന്നപ്പോൾ അവർ വളരെ ആ സിറ്റുവേഷൻ നേരിടാൻ വേണ്ടി ധീരമായ ഒരു തീരുമാനം എടുത്താൽ ഞങ്ങൾ അതിൻ്റെ കൂടെ നിൽക്കുകയല്ലേ വേണ്ടത്. അത് നിൽക്കും. മാത്രമല്ല പിന്നെ അത് ഗുണത്തിനായി വരികയും ചെയ്യും. ഓക്കെ, നമുക്ക് കാത്തിരിക്കാം.